കോവിഡ് പകർച്ചവ്യാധി സൃഷ്ടിച്ച ആഘാതങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കോവിഡ് ഗുരുതരമായി ബാധിച്ചവരിൽ നീണ്ടുനിൽക്കുന്ന ശ്വാസകോശ പ്രശ്നങ്ങളാണ് ഏറ്റവുമധികം കണ്ടിരുന്നത്. എന്നാൽ കൊറോണ വൈറസ് ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. കോവിഡിന് കാരണമാകുന്ന കൊറോണ വൈറസ് ഹൃദയകോശങ്ങളെ നേരിട്ട് ബാധിച്ചില്ലെങ്കിൽ കൂടി ഹൃദയത്തിന് തകരാറുണ്ടാക്കാമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ഗുരുതരമായി കോവിഡ് ബാധിച്ചവരിൽ ഹൃദയപ്രശ്നങ്ങൾ നീണ്ടുനിൽക്കുന്നതായും സർക്കുലേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ശ്വാസകോശ പ്രശ്നങ്ങളും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമും ബാധിച്ചവരിലെ ഹൃദയ പ്രശ്നങ്ങളാണ് ഗവേഷകർ നിരീക്ഷിച്ചത്. ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടായവരിൽ ഹൃദയ സംബന്ധമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാവുന്ന വീക്കം നിലനിൽക്കുന്നതായി പഠനത്തിന് നേതൃത്വം നൽകിയ മിഷേൽ ഒലീവ് പറയുന്നു. കാർഡിയക് മൈക്രോഫേജുകൾ എന്നറിയപ്പെടുന്ന പ്രതിരോധ കോശങ്ങളിലാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കോശങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്ന ഇവ ഹൃദയാഘാതത്തോടും പ്രതികരിക്കുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ബാധിച്ച് മരണമടഞ്ഞ 21 പേരുടെ ഹൃദയകോശങ്ങളും കോവിഡ് അല്ലാത്ത കാരണങ്ങളാൽ മരിച്ച 33 പേരുടെ ഹൃദയകോശങ്ങളുമാണ് ഗവേഷകർ താരതമ്യം ചെയ്തത്. എലികളെ SARS-CoV-2 വൈറസ് അണുബാധയ്ക്ക് വിധേയരാക്കി മൈക്രോഫേജുകൾക്ക് അണുബാധയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചു. കോവിഡ് അണുബാധയ്ക്ക് ശേഷം ശരീരത്തിലുടനീളം ഗുരുതരമായ വീക്കം ഉണ്ടാക്കുന്നതിലൂടെ രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് മറ്റു അവയവങ്ങളിൽ ഗുരുതര നാശമുണ്ടാക്കാൻ സാധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. ശ്വാസകോശങ്ങളിൽ വൈറസ് നേരിട്ട് ബാധിക്കുന്നതിന് പുറമെയാണിത്. ഗുരുതര അണുബാധയുടെ പ്രത്യാഘാതങ്ങൾ ശരീരത്തിലുടനീളം അനുഭവപ്പെടാമെന്ന് പഠനഫലം കാണിക്കുന്നതായി ഗവേഷകർ പറയുന്നു. കോവിഡ് ഹൃദയത്തെ പല രീതിയിൽ ബാധിക്കാം. മയോകാർഡിയൽ ഇഞ്ചുറി, നീർവീക്കം, അരീത്മിയ തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. കൊറോണ വൈറസ് ഹൃദയകോശങ്ങളെ നേരിട്ട് ബാധിക്കുകയും മയോകാർഡൈറ്റിസിലേക്ക് നയിക്കുകയോ ഹൃദയത്തിലെ മാംസപേശികൾക്ക് തകരാറുണ്ടാക്കുകയോ ചെയ്യാം. കൂടാതെ അണുബാധയുണ്ടാക്കുന്ന നീർവീക്കവും സൈറ്റോകിൻ റിലീസും നിലവിലുള്ള അവസ്ഥകളെ വഷളാക്കുകയോ കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയോ ചെയ്യാം. കോവിഡ് ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗുരുതരമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹൃദയസ്തംഭനം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നിവയ്ക്കും കാരണമാകാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ കുറയുക, കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ അധികരിക്കുക തുടങ്ങി ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പ്രശ്നങ്ങളും സംഭവിക്കാം. നിരന്തരമുള്ള പരിശോധനയും തുടർപരിചരണവും ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമാണ്.